വിചാരിക്കുന്നുണ്ടാവും എന്ത് കളിക്കാനാണ് ബോക്സിന്റെ അകത്തൊരു ബോൾ കിട്ടിയ ജസ്റ്റ് ടാപ്പിൽ പോലെ ബോക്സിന്റെ പുറത്തുനിന്ന് പോലെ മിനിയാന്ന് ഞങ്ങളുടെ ട്രാവിസ് ഹെഡ് ചേട്ടൻ അതിവിദഗ്ധമായ ഒരു സെഞ്ചുറി അടിച്ചിട്ടുണ്ടായി. Good morning to all the Barcelona fans among the world. Visca Barca, Forza Barca. Good morning, good afternoon, good evening. So welcome to our latest episode of Chit Chat. Intro കൊള്ളായിരുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ടു. Barcelona fans, how do you do? IPL പറ്റി സംസാരിക്കാം. ഇന്ന് നമുക്ക് വളരെ മർമ്മപ്രധാനമായ ഒരു സബ്ജക്റ്റിനെ കുറിച്ച് സംസാരിക്കാനുണ്ട്. FC Barcelona is out of Europe, out of everything. നമ്മ ഈ വീഡിയോ ഇട്ടപ്പോണ്ടല്ലോ, നമ്മ ബാഴ്സലോണയുടെ റീൽസ് ഇട്ടിട്ടുണ്ട്. ലൂയിസ് എൻറിക്കെ, എംബാപ്പെ അങ്ങനെയൊക്കെ പറഞ്ഞപ്പോ ഫസ്റ്റ് ലെഗ് ബാഴ്സ ജയിച്ചു കഴിഞ്ഞപ്പോ കുറച്ച് അധികം വ്യൂവേഴ്സും എന്റെ കുറച്ച് അധികം കൂട്ടുകാരും 3-2 come to Camp Nou, we are waiting. എംബാപ്പെ ഗ്രൗണ്ടിൽ ഉണ്ടായ, എംബാപ്പെ കളിച്ച, എംബാപ്പെ എവിടെ ഇരുന്ന് ഫസ്റ്റിലേക്ക് അറുപൂടെ പോക്കറ്റിലായിരുന്ന, പിന്നെ മറ്റേ ചെക്കന്റെ പോക്കറ്റിലായിരുന്ന യമാല് കളിച്ച് യമാല് ഈറ്റി PSG എന്ത് കിട്ടിയെന്നിട്ട് ജോസ് ബട്ട്ലർ 100 അടിച്ച രാജസ്ഥാനാണ്. ഞാൻ എടാ അത് ലാസ്റ്റ് നിന്റെ തൊപ്പിയോട് അതൊക്കെ പോട്ടെ, നീ ഒരു ബാഴ്സലോണ ഫാനാണോ? തോറ്റി കഴിഞ്ഞപ്പോ തൊപ്പി മാറ്റിക്കണ നീയൊക്കെ എന്തു അല്ല ഇവിടെ കൊണ്ടിട്ട് നീ നോക്കാണ്ടിരുന്നേ കണ്ടതല്ലേ? ഇതാണ് കിഡ്സ് എന്ന് പറഞ്ഞ മറ്റേ ജയിക്കുമ്പോ ഞാൻ ബാഴ്സലോണ തോറ്റു കഴിഞ്ഞാ മാഞ്ചസ്റ്റർ സിറ്റി സീനാണ്. എന്താണ് ബാഴ്സലോണ ഫാൻ എന്നതിൽ നിങ്ങൾക്ക് ഇപ്പൊ പറയാനുള്ളത്? വിലയിരുത്ത്. ഒരു ഗോളിൽ ലീഡർ എന്തെങ്കിലും എനിക്ക് ഉറപ്പാണ്, എന്തെങ്കിലും ബാഴ്സ പിടിക്കാൻ പോകില്ല. സോ ഒരെണ്ണൂടി എക്സ്ട്രാ അടിച്ചപ്പോഴും ഒരെണ്ണൂടി എക്സ്ട്രാ എടുക്കാണെന്നില്ല, അത് 4-2 എന്നാലും ഉറപ്പുണ്ടായില്ല. കാരണം എങ്ങനെ എന്നാലും ഒരു കൗണ്ടർ എന്തെങ്കിലും ഡെമ്പലയുടെയും എംബാപ്പയുടെ ഉറപ്പായിട്ടും വരും. അതിന്റെ അടുക്കാണ് 10-30 മിനിറ്റ് 60 റെഡ് കിട്ടി പോയത്. എന്തെങ്കിലും തീരുമാനം അല്ല, അറൂഹോന് റെഡ് കിട്ടിയിട്ടുണ്ടല്ലോ, എനിക്ക് 100% ഉറപ്പായിരുന്നു ആ കളി അവിടെ വെച്ച് തീർന്നു. കാരണം അത്രയും നേരം ബാഴ്സലോണ ബെസ്റ്റ് പ്ലെയർ അറൂഹോയിരുന്നു. വേറെ ഒരാളല്ലേ ഈ പറഞ്ഞ പോലെ റഫീനയും യമാലും ഡിയോങ് ഒന്നുമല്ല. അറൂഹോടെ ഒറ്റ വെള്ളത്തില ആ ബാക്ക് പൊട്ടാണ്ടിരുന്നു. അറൂഹോ പോയി പണി പോലെ പിന്നെ തീരുമാനമായി. അല്ല, അതിപ്പോ കുറച്ച് ഫാൻസ് ഞാൻ സ്പോട്ടിൽ തന്നെ എന്നുള്ള റിയാക്ഷൻ കൊടുത്ത് ബാഴ്സലോണ തോറ്റി കഴിഞ്ഞപ്പോ തന്നെ കുറച്ച് കമന്റ് ഇട്ടിട്ടുണ്ടായി, അറൂഹോടെ പോക്കറ്റിലായിരുന്നു, അറൂഹോ അങ്ങനെ ഇരുന്ന് ഇങ്ങനെ ഇരുന്ന്. റെഡ് കാർഡ് അല്ല, റഫറിയുടെ എന്താ പറയുക മിസ്റ്റേക്ക് ആണ്. റെഡ് കാർഡ് അല്ലേ പറയാൻ പറ്റില്ല. ബുദ്ധിയില്ലാത്ത ബാഴ്സലോണ ഫാൻസ് പറയുന്നത് അത് റഫറിയുടെ പൊട്ടത്തരമാണ്. റഫറിയുടെ ബാഴ്സലോണ കോച്ച് സാരി പറഞ്ഞു അത് റഫറിയുടെ മിസ്റ്റേക്ക്. റഫറി പൊട്ടനായതുകൊണ്ടാണ് റെഡ് കാർഡ് കൊടുത്തിരുന്നത്. ബേസിക് നോളജ് ഉള്ള, സീറോ ബോൾ നോളജ് ഉള്ള ഏതൊരു ഫുട്ബോൾ ഫാനിന് മനസ്സിലാവും. 1-on-1 സിറ്റുവേഷനിൽ ഗോളിക്ക് മാത്രമുള്ള ഒരു അറ്റാക്കർ ഫോർവേഡ് എന്താ പറയുക അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഡിഫൻഡർ ബാക്കിൽ നിന്ന് ഫുട്ട് വെച്ച ഫൗളല്ലേ, റെഡ് കാർഡല്ലേ? ക്ലിയർ ഗോൾ സ്കോറിംഗ് ചാൻസ് മിസ്യൂസ് ചെയ്യാനല്ലേ? അത് റെഡ് കാർഡല്ലേ? എന്താ പറയാത്ത? ഞാൻ ഫസ്റ്റിനെ പറഞ്ഞിരുന്നു അതിപ്പോ കാല് കൊണ്ടത് എനിക്കൊന്നും അറിയാണ്ട് കൊണ്ടോ. ഓപ്പൺ പോസ്റ്റ് ഇവൻ അറിഞ്ഞുകൊണ്ട് അറിയാണ്ടാണെങ്കിലും റെഡ് കാർഡാണ്. രീതിക്ക് ഒരിക്കലും ഞങ്ങള് ഡെമ്പലിനെ പറ്റി എന്താ അഭിപ്രായം? ഭയങ്കര കാശായിരിക്കും, പക്ഷെ നമുക്ക് വിൽക്കണത് നഷ്ടത്തിലായിരിക്കും. കുട്ടിയൊന്ന് ഗ്രീസ്മാനുണ്ട്, ഡെമ്പല് 3. എന്നാലും അത്ലറ്റിക്കോ കളിക്കുമ്പോ
എന്ത് തോന്നുന്നു സെലിബ്രേഷൻ ചെയ്താണ് മെയിൻ പറ്റിപ്പോയത്. ഫാൻസിനെ ട്രിഗർ ചെയ്ത് വേണ്ടത്ത പടി തിരിച്ചു വാങ്ങിച്ചു. പക്ഷെ ഇത്തവണ ആ മറ്റേ ഗോൾ ചാൻസ് ജസ്റ്റ് മിസ് ചെയ്യുമ്പോൾ ഇങ്ങനെ ജസ്റ്റ് മിസ് ഡെമ്പലെ ഓപ്പൺ ചാൻസ് എന്തിനു കണ്ടിട്ട് അതിനാണ്ട് ഇങ്ങനെ ചത്തിക്കണമെന്നാണ് അത്ര കോൺഫിഡൻസ്. പിന്നെ ഞങ്ങളുടെ വിറ്റീനയുടെ ഗോള് അത് ഒന്നും പറയാനില്ല. ലെവൻഡോസ്കി അവിടെ ഭയങ്കര കാഷ്വൽ ആയിട്ട് അവൻ അടിച്ചോട്ടെ എന്നുള്ള രീതിയിലാണ് അവിടെ പക്ഷെ ലെവൻഡോസ്കി അത് സ്ട്രൈക്കർ എവിടെയെങ്കിലും ഒരു ഇത് കിട്ടുമെന്നുള്ളത് പരിക്കൊന്നും ആയിരിക്കില്ല. പക്ഷെ ഒന്നില്ലെങ്കിൽ വലിച്ചോട്ടേന്ന് ചോദിക്കാൻ വേണ്ടി നമ്മൾ സംസാരിച്ചോണ്ടിരുന്നു. പക്ഷെ ലെവൻഡോസ്കിനെ ലാസ്റ്റ് സീസൺ എന്തെങ്കിലും സൗദിയിലോട്ട് അത്ലറ്റിക്കോ പോകുന്നല്ലേ മുസ്താഖ് പറഞ്ഞത്. ഞാൻ രണ്ടാണ് പറഞ്ഞിട്ടുണ്ട്. സൗദിയിലോട്ടും ചിലപ്പോൾ അത്ലറ്റിക്കോ നോക്കാനുണ്ട്. നമ്മുടെ സൗദി പോകും ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഫുട്ബോൾ മിസ്റ്റീരിയസ് ആണ്, നോക്കാം. അത്ലറ്റിക്കോ മാഡ്രിഡ് റൂമറുണ്ട് ലെവൻഡോസ്കി വന്ന സമയത്ത് വന്നോട്ടെ. സിറ്റി എല്ലാ ടീമും സിറ്റി പോയി കാണാൻ പോലും ഉണ്ടായില്ല. അത് റൂഡിഗറിന്റെ അല്ല, അതിപ്പോ ഞാൻ ബോൾട്ട് കൊടുത്ത് കഴിഞ്ഞാൽ അടിക്കും. ബാഴ്സലോണയിലോട്ട് ഹാളൻഡ് വന്നതിന് സിറ്റി കളിക്കണ പകുതി കളി കളിക്കുന്നത് എന്തുകൊണ്ട്? മാഞ്ചസ്റ്റർ സിറ്റി ഈസ് നോട്ട് ബാഴ്സലോണ. ബാഴ്സലോണ ആർ നോട്ട് ഓൺ ദ സെയിം ലെവൽ ആസ് റയൽ മാഡ്രിഡ് ഓർ മാഞ്ചസ്റ്റർ സിറ്റി. ബാഴ്സലോണ ഈസ് കറന്റ്ലി എ മിഡ് ടേബിൾ ടീം. റിയലിസ്റ്റിക് ആണ്. ഓക്കെ, അത് അംഗീകരിക്കാം. പക്ഷെ തൊപ്പിയെടുക്കാണ്ടിരുന്ന വിഷയം മാറ്റി എനിക്കൊരു വിഷമില്ല. FC ബാഴ്സലോണ, ഫോർസ ബാഴ്സലോണ, വിസ്ക ബാഴ്സലോണ, കാറ്റലോണിയൻ ഡിലൈറ്റ് അങ്ങനെയല്ലേ? അതെ അതെ, വിസ്ക ബാഴ്സ, പാർലേജി ബാർസ ഒന്ന് പറയാം. അടുത്ത ടീം ബാഴ്സയും ഇവരും പറഞ്ഞില്ലേ ഡോർട്ട്മുണ്ട്, അത്ലറ്റിക്കോ. അതെ, ഞാൻ ഡോർട്ട്മുണ്ടാണ്. എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഭയങ്കര ഹൈ സ്കോറിംഗ്, ഭയങ്കര മാർജിൻ എല്ലാവരും ജയിക്കുന്നത്. പക്ഷെ ഒരു ഗോൾ മാർജിൻ, പക്ഷെ ഹൈ സ്കോറിംഗ് ഗെയിംസ് എല്ലാം അടിപൊളി ഗെയിംസ് ആയിരുന്നു. അതല്ല നമ്മ പ്രെഡിക്ട് ചെയ്ത, ഞാൻ പ്രെഡിക്ട് ചെയ്തിട്ടുണ്ടായി PSG ചിലപ്പോ ഫൈനലിൽ കപ്പടിക്കുമെന്ന്. പക്ഷെ ഡോർട്ട്മുണ്ടും PSG ഫൈനൽ ആദ്യം പ്രെഡിക്ട് ചെയ്തിട്ടുണ്ടായ ഇല്ല. പക്ഷെ ഡോർട്ട്മുണ്ടും PSG-യും സെമി എന്തായാലും PSG തോന്നുന്നത് ചാൻസ് PSG-ക്കാണ്. ഞാൻ ഇപ്പോഴും PSG തന്നെ പറയണം. കാരണം ഞാനൊരു അണ്ടർഡോഗ് സ്റ്റോറി PSG-യിൽ കാണുന്നുണ്ട്. എംബാപ്പെ റെയിലിനേക്കാളും മുമ്പ് എന്തെങ്കിലും നിങ്ങൾക്ക് പറയാൻ നല്ല വിഷമമുണ്ടാവുന്നത്. സോറി, കുഴപ്പമില്ല. ഡോർട്ട്മുണ്ടിന്റെ ഹോം ഗ്രൗണ്ടിൽ വെച്ച് ഡോർട്ട്മുണ്ട് ഒരു നല്ല ഗോളിന് കളി ജയിച്ചു കഴിഞ്ഞാൽ PSG പോയി കഴിഞ്ഞാൽ എന്തെങ്കിലും കാണാൻ പറ്റും. അതേസമയം ഡോർട്ട്മുണ്ടിന്റെ ഗ്രൗണ്ടിൽ വെച്ച് തന്നെ പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ PSG നോക്കണ്ട. വിചാരിക്കുന്നുണ്ടാവും ഇത്രക്കും കാലൊക്കെ ടീമായിട്ട് സെറ്റ് ആയിട്ട് പോയിട്ട് എന്താ പറയാ അവസാനം കൊണ്ട് കളയാൻ. കഴിഞ്ഞ സീസൺ തന്നെയായിരുന്നു, അവസാനം കൊണ്ടായിട്ട് കളഞ്ഞു. അല്ലല്ല, അല്ലാത്തപ്പോ ഒരു പ്രതീക്ഷ ഉണ്ടാവൂല ടീമിന്. പക്ഷെ ഇത്തവണത്തെ പ്രീമിയർ ലീഗ് എടുത്തു നോക്കി അത്രയും നാളെ ലിവർപൂൾ ആഴ്ചയിൽ നിന്നിട്ട് അവസാനം രണ്ട് ടീമും കൊണ്ടുപോയി കളഞ്ഞ് സിറ്റി കയറും. 2 പോയിന്റ് വ്യത്യാസം.
73 71 ഒരു ഡ്രോ ആയ മാറും. പക്ഷേ സിറ്റിക്ക് ഇനി ഈസി ഫിക്സ്റ്റേഴ്സ് ആണ്. പിന്നെ ചെൽസിയും ടോട്ടൻഹാം ഡിസൈഡ് ചെയ്യുമെന്ന് പറയുന്നത് അതാണ്. നീ എന്തിനു മാതിരി പഴം വന്നിട്ടേ എടാ നീ സംസാരിക്കുന്നില്ല എന്നോട് സംസാരിക്കാനില്ലേ കഴിഞ്ഞ വീഡിയോയില് സിമ്പിൾ ആയിട്ട് ഒരു പാവത്താൻ പോലെ വന്നാണ് പെണ്ണാലിക്കാൻ പോലെ ഫ്രീക്ക് ആയിട്ട് വന്നേക്കണേ. നമ്മൾ മറ്റേ വിട്ടൊരു ടീമുണ്ട് എത്ര വർഷത്തിന് ശേഷം അത് വേറൊരു വീട്ടുണ്ടാ സ്റ്റേഡിയത്തിലോട്ട് പോണ വഴിയുണ്ടല്ലോ സാബിയൻസ് റോഡ് എന്ന് പറഞ്ഞ പേര് വേണ്ടി. പക്ഷെ ഹിസ്റ്റോറിക്കൽ മൂവ്മെന്റ് ആണല്ലോ. ബുണ്ടസ്ലീഗ ആയിരുന്നില്ല മറ്റേ സെറ്റപ്പ് എന്തോ ഒരു കപ്പില്ലാണ്ട് അതും അടിക്കണ രീതി നോക്കി ഒരു കളി പോലും തോക്കാൻ സമയം ലീഗ് കഴിഞ്ഞിട്ടില്ല. 5 കളി കൂടെ ജയിക്കണ്ടേ? ട്രിപ്പിൾ അടിക്കുക. 5 കളിയുണ്ട്. DFB പോക്കറിന്റെ ഫൈനൽ ഉണ്ട്, യൂറോപ്പ ഉണ്ട്, ലീഗ് ഉണ്ട്, ട്രിപ്പിള്. എന്റെ മോനെ അതാണ് സാധനം. പക്ഷേ ഇന്റർവ്യൂ 2019-18 മൊറീനോ പറയുന്നുണ്ട് സാബിലൻസിനോട് നല്ല കോച്ചാണുള്ളത്. കാരണം സാബിലൻസിനോട് അച്ഛൻ പ്ലെയർ ആയിരുന്നു, കോച്ചായിരുന്നു. അതുപോലെ തന്നെയാണ് മൊറീനോയും. പക്ഷെ മൊറീനോനേക്കാൾ നല്ലൊരു പ്ലെയർ ആയിരുന്നു സാബിലൻസോ. സാബിലൻസോട് എന്ന് പറഞ്ഞാൽ ലിവർപൂൾ ബെനിറ്റീസിന്റെ കീഴിൽ കളിച്ചു, റയലില് ആൻസലോട്ടിയുടെ ഈ പറഞ്ഞ പോലെ മൊറീനോയുടെയും കീഴിൽ കളിച്ചു, ബയോണില് പെപ്പിന്റെ കീഴിൽ കളിച്ചു. അപ്പൊ ലോകങ്ങളുടെ ഏകദേശം ബെസ്റ്റ് മാനേജേഴ്സിന്റെ കീഴിൽ കളിച്ചിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഒരു എക്സ്പീരിയൻസ് പിന്നെ പ്ലെയർ എന്നുള്ള ഒരു രീതിയിലുള്ള ഐഡിയയും വെച്ച് കാണിച്ചല്ലോ. അതാണ്. പക്ഷേ ഈ യൂറോപ്പ് അടിക്കൊന്നുണ്ട. കാരണം ലിവർപൂൾ തോറ്റൊക്കെയാണ്. കാരണം ക്ലോപ്പ് സിമ്പിൾ ആയിട്ട് ജയിക്കാൻ വിചാരിച്ച് സലേനെ വെഞ്ചിലിരുത്തി, ഡിയാസിനെ വെഞ്ചിലിരുത്തി, മൊത്തം പിള്ളേരെ പിടിച്ചിറങ്ങി. ഇൻകേസ് അടുത്ത ലെഗില് അടിച്ചിട്ടുന്നതായിരിക്കും, ഫൈനലിൽ എത്തിയായിരിക്കും ലിവർപൂൾ പക്ഷെ ലെവർകൂസൻ ഇതുവരെ ഒരു ടോപ്പ് ബയൺ അല്ലാണ്ട് വേറൊരു നിക്കണ ഒരാളായിട്ട് കളി അടിക്കട്ടെ അല്ലേ? ലിവർപൂളിനെ തള്ളിക്കളയാൻ പറ്റില്ല. അതാ പറഞ്ഞ ലിവർപൂളിനെ തള്ളിക്കളയാൻ പറ്റില്ല. ശക്തമായി തിരിച്ചു വരുന്നതായിരിക്കും. അതെ അതെ, ശക്തമായി തിരിച്ചു വരുന്നതായിരിക്കും. റോയ്ക്കീനാണ് നെവിലാണെന്ന് പറഞ്ഞൂടാ ആട്ടിത്തുപ്പി. ഹാളഞ്ച് എന്ത് കളിക്കാനാണ്? ബോക്സിന്റെ അകത്തൊരു ബോൾ കിട്ടിങ്ങനെ ജസ്റ്റ് ടാപ്പിന് പോലെ ബോക്സിന്റെ പുറത്തുനിന്ന് പോലെ ഹാളഞ്ച് അടിക്കണില്ല. ബോള് ഹോളിനെ പോലെ ഹാളഞ്ച് ജസ്റ്റ് ആ സിറ്റി പ്ലെയറാണ്. ഹാളഞ്ച് സിറ്റിന്ന് വിട്ട് കഴിഞ്ഞാൽ ഹാളഞ്ചിന്റെ കളി കഴിയും. അവിടെ തീരും ഹാളഞ്ച്. എംബാബിനെ പോലും നല്ല ഹാളഞ്ച്. എംബാബിയുടെ കമ്പയർ ചെയ്യാൻ കുറച്ചും കൂടി ബെറ്റർ ഫിനിഷേഴ്സ് അല്ലെങ്കിൽ ഫിനിഷറാണ്, അതിലൊന്നും ഇതില്ല. ബിഗ് ഗെയിംസിലൂടെ ഒരു ടീമിന് വേണ്ട സമയത്ത് കാണുന്നില്ലല്ലോ. എങ്ങാണ് സമയമുണ്ട്, അടിച്ചോളൂ. നമ്മളെല്ലാം പറയുമ്പോ റൊണാൾഡോ മെസ്സിയിലേക്ക് കമ്പയർ ചെയ്തിട്ട് നാട്ടുകാരി പറഞ്ഞ മീഡിയ അങ്ങനെ കമ്പയർ ചെയ്യണേ. ഇച്ചിരി റൊണാൾഡോ മെസ്സി കുറച്ച് ഭയങ്കര ഹൈ സ്റ്റാൻഡേർഡ്സിലാണ് വേണ്ടാത്ത പ്രഷർ കൊടുക്കണേ ആവൂല. എന്തായാലും ഇപ്പൊ ഇന്ന് ഒരു കളിക്കാൻ അടുത്ത സൂപ്പർ സ്റ്റാർ എന്ത് കളിക്കാനായിരുന്നു. അതുകൊണ്ട് തന്നെ മീഡിയ പ്രശ്നം ഭയങ്കര ഷോ ഇന്നത്തെ കാലത്ത്. തിരിച്ചു ഭാഷയിലോട്ട് വരണ്ടാന്ന് പറഞ്ഞു. 10-ാം നമ്പർ കൊടുത്തിട്ട് തിരിച്ചു അതിപ്പോ മറ്റേ ക്രിസ്ത്യാനോ പോയപ്പോ ആദ്യത്തെ സീസൺ തന്നെ മാരിയാനോ റെയിൽ കൊടുത്തില്ലേ? അതുപോലെ തന്നെ മെസ്സി പോയപ്പോ അൻസുഫാത്തിക്ക് കൊടുത്താണ്. ഇനി നോക്കി കൊടുക്കുള്ളൂ. ഹോൾഡ് ചെയ്ത് ഹോൾഡ് ചെയ്ത് നോക്കാല്ല.
മെസ്സിക്ക് പറ്റിയ മെസ്സിക്ക് പറ്റിയൊരു 10 നമ്പർ ഇറക്കാം. ഇപ്പൊ ബാഴ്സയിൽ അങ്ങനെ ഒരു 10 നമ്പർ പിന്നെ കൊടുക്കണോ ഇവനെ പെട്രിക്ക് കൊടുക്കുക അല്ലാണ്ട് ആർക്ക് കൊടുക്കാനാണ്? ഒരു 10 നമ്പർ 10നുള്ള വേറെ ആരൊന്നും ബാഴ്സയിൽ ഫോർവേഡ് ഒന്നും ഇല്ല. യമാലൊന്നും കൊടുക്കാൻ പറ്റില്ല, അതിനുള്ള വേറൊന്നും ആയിട്ടില്ല. ആയി വരും സൂണാണ് നല്ല കളിക്കാരൻ പറയണത്. 2 സീസൺ എടാ പക്ഷേ ഇപ്പൊ ഇത്രയും ചെറുപ്പത്തിൽ ഈ പിള്ളേർ എത്ര പ്രഷർ ആയി വരുമ്പോഴല്ലോ ചിലപ്പോ അതും ഡിസഡ്വാൻറ്റേജ് വരാൻ കാരണമുണ്ടോ? അത് നമുക്ക് അതിപ്പോ ജൂബലിങ്ങാവും ഈ എന്താ ഹാളണ്ടും മര്യാദ കളിച്ചില്ല, എംബാപ്പയും കളിച്ചില്ല കഴിഞ്ഞ ലെഗില്. അപ്പൊ തന്നെ എന്താണ് എന്താണ് ഷോക്കാണ് ഇവര് ഔട്ടായി എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര നെഗറ്റീവ്. ഒരു കളി മര്യാദ കളിച്ചില്ലെങ്കിൽ തന്നെ ഭയങ്കര ഫൈനല് കാണാം. കപ്പടിക്കും. റിയൽ മഡ്രിഡ് എന്നാണ്, അല്ലാണ്ട് ബാഴ്സലോണ മഡ്രിഡ് എന്നല്ല. പെപ്പിനേക്കാളും മുമ്പ് സിറ്റി ഉണ്ടായില്ലേ? പെപ്പ് വന്നതിന് സിറ്റി ഉണ്ടായില്ല. ഉണ്ടായില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഉദ്ദേശിച്ചത് കുറച്ച് ഫണ്ട് കൊടുത്തതിന് ടീം കാശ് കൊടുത്ത് കാശ് കൊടുത്തിട്ടുള്ള ഒരു ക്ലബ് ഏറ്റവും സ്പെൻഡ് ചെയ്യുന്നത് യുണൈറ്റഡ് ആണോ? 2022 1 ബില്യൺ പ്ലസ് ആയിരുന്നു. നല്ലതാണോ? നിങ്ങൾ എന്താണ് ഹാഗ് ഭയങ്കര ദൈവമാണ് മാങ്ങയാണ് ഫാൻസ്, യുണൈറ്റഡ് ഫാൻസ് ഫാൻസ് പലതും പറയും. ബാർസലോണ ഫാൻസ് എന്തിട്ടാ പറയണത്? എല്ലാരും പറയും. ഇപ്പൊ ഈ ആൻസിലോട്ടി എന്ത് സ്പെൻഡ് ചെയ്തിട്ടാണ്? എന്തെങ്കിലും സ്പെൻഡ് ചെയ്യാനുണ്ട്? ആൻസിലോട്ടിക്ക് എല്ലാം ബിൽഡ് പ്ലേയേഴ്സ് അവിടെ ഉണ്ട്. ബിൽഡ് പ്ലേയേഴ്സ് വിനിഷ്യസിനെ ആരാ ബിൽഡ് ചെയ്ത്? റോഡ്രിഗോനെ ആരാ ബിൽഡ് ചെയ്ത്? വാൽവർദേനെ ആരാ ബിൽഡ് ചെയ്ത്? അതാണ് ചൗമിനിനെ കമ്പനിനെ ആരാ ബിൽഡ് ചെയ്ത്? അത്രയും നല്ല കളിക്കാരൻ അവരുടെ ഇവരൊക്കെ വന്നേക്കാളും മുമ്പല്ല ആഷിഖിനെ അറിയാ കേസ്. സാധാ കളിക്കാരായിരുന്നു. ആൻസിലോട്ടി തന്നെയാണ് അംഗീകരിക്കാൻ പഠിക്കണം. അല്ല അംഗീകരിക്കാം. പിന്നെ അതിന് ആൻസിലോട്ടി മോശം കോച്ചാണ് ആരും പറയാനുള്ളല്ലോ. അല്ല, ലോകത്തിലെ ബെസ്റ്റ് കോച്ചാണ്, ഗ്രേറ്റസ്റ്റ് കോച്ചാണ്. അതൊന്നും പറയാനില്ല. പിന്നെ ആരാണ് ഗ്രേറ്റസ്റ്റ് കോച്ച്? വൺ ഓഫ് ദി ഗ്രേറ്റസ്റ്റ്. അതന്നെ ആൻസിലോട്ടി അങ്ങനെ വൺ ഓഫ് ദി അങ്ങനെ പറയാൻ വലിയ വൺ ഓഫ് ദി നമ്മളോട് അടിച്ചിട്ടുള്ള പറഞ്ഞോട് ഇല്ല. ജയിച്ചേക്ക് മൊട്ടുവെക്ക് ബോൾ എടുത്തോണ്ട് അതിനിപ്പോ ജാക്സൺ വന്ന് പിന്നെ എടുത്തോണ്ട് പോണ്, പിന്നെയും മൊട്ടുവെക്ക് ബോൾ വെക്കണ്, പിന്നെ കാലഗർ വന്നിട്ട് ക്യാപ്റ്റൻ കളിക്കണ്, ബോൾ പാമറിന് എടുത്ത് കൊടുക്കണ്. അല്ല പാമറിനെ അടിക്കേണ്ടത്, അല്ലാതെ ഫോമിൽ കത്തിക്കാനല്ലേ. കാരണം ഹാട്രിക് അടിച്ച് കൊടുക്കും. കാരണം ഹാട്രിക് അടിച്ച് നിൽക്കുന്ന സമയത്ത് പിന്നെ അടിക്കേണ്ട ആവശ്യമില്ല, വേണേ കൊടുക്കായിരുന്നു കളിക്കാരുടെ കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യാനായിട്ട്. പക്ഷെ അവനടിച്ച്. അതുകൊണ്ട് ഇപ്പൊ എന്താ പ്രീമിയർ ലീഗില് ഹാളഞ്ചിന്റെ ആരും പ്രതീക്ഷിച്ചില്ല. കാര്യം മിഡ് ടേബിളിലല്ലേ. പക്ഷേ എടാ അവനൊറ്റ ഒരാളുടെ ബലത്തിൽ ചെൽസിന് ഇത്രയും ആക്കിയെടുത്തില്ലേ? അടുത്ത സീസൺ ടൈം ചിലപ്പോ പറയാൻ പറ്റില്ല. സീസൺ വണ്ടറാണോന്ന് എനിക്കൊരു കളിയുണ്ട്, കളി രസമുണ്ട് കാണാൻ. കോച്ചിന് ജോലി ഇരിക്കും. കോച്ചിനോട് എനിക്ക് വലിയ വിശ്വാസമൊന്നുമില്ല, കണ്ടറിയേണ്ടി വരും. സാക്കിയൂല
സാക്കിയുടെ ആരെ കൊണ്ടുവരാൻ ചെൽസി റെഡി ആവണമെന്നുണ്ടെങ്കിലോ ഒറ്റ കോച്ചിനെ കൊണ്ടുവരാൻ തന്നെ കൊണ്ടുവരണം. വന്ന് പോയതല്ലേ ചെൽസിയില് 2 ഒന്നും പോയതാ, പക്ഷെ 2 പോയി വന്നപ്പോൾ പ്രീമിയർ ലീഗ് അടിച്ചു കൊടുത്തിട്ടാ പോയേക്കണം, അല്ലാണ്ട് പോയിട്ടില്ല. ചെൽസി റെഡി ആവണമെന്നുണ്ടെങ്കിലും യുണൈറ്റഡ് റെഡി ആവണമെന്നുണ്ടെങ്കിലും മൊറീനോ തന്നെ വന്ന. പക്ഷെ കുറച്ച് ടൈം കൊടുക്കണം. പക്ഷെ മൊറീനോ ചെൽസിയിലോട്ടും വരൂല, എന്താ പറയാ യുണൈറ്റഡിലോട്ടും വരൂല. ലിവർപൂളാണ്. അറിയോ മൊറീനോ ഇങ്ങോട്ടാ വരാൻ പോണേ? ലിവർപൂളാണ്. നോക്കിയോ പിന്നെ കാശുണ്ടല്ല, കാശ് കണ്ടവരുണ്ട്. മൊറീനോ നാസറിന്റെ കോച്ചാവും, നോക്കിയോ വെറുതെ പറയണല്ല. ആ പറയാൻ വന്നു മെയിൻ കേസ് ക്രിസ്ത്യാനോ റൊണാൾഡോ ബാക്ക് ടു യൂറോപ്പ്. എന്താണ് അതിനെ കുറിച്ചുള്ള അഭിപ്രായം? വളരെ വളരെ നല്ല അഭിപ്രായം. ലാസ്റ്റ് സീസൺ ആണെങ്കിൽ വന്ന് 3 ക്ലബ്ബുകൾ ക്രിസ്ത്യാനോനെ വിളിച്ചിട്ടുണ്ട് ഇങ്ങോട്ട്. അതിനുള്ളത് ഇല്ലാന്ന് തോന്നുന്നുണ്ട്. ലീവിംഗ് അല്ല സർ, ക്രിസ്ത്യാനോ റൊണാൾഡോ കേട്ടാ 3 ക്ലബ്ബുകളുണ്ട്. ഒന്ന് സ്പോർട്ടിംഗ് ലിസ്ബൺ, 2 പോർട്ടോ, പോർച്ചുഗൽ. ഇത് 2 ക്ലബ്ബുകളാണ്. 3ാമത്തെ ക്ലബ്ബാണ് എനിക്ക് വേണ്ടത്. മ്യൂണിക്കല്ല സിറിയനാ, സിറിയ സൈഡാണ്. ലെവർകൂസനാ. എടാ സാബിയൻസ് ക്രിസ്ത്യാനോ വേണോന്ന് പറഞ്ഞു. കാരണം നീ ലെവർകൂസന്റെ സ്ട്രൈക്കറിനെ നോക്കി, ബോൺവേസ് സ്പ്രിന്റ് ഇല്ല, പേസ് ഇല്ല, സ്ട്രെങ്ത് ഉണ്ട്, പക്ഷെ ഫിനിഷർ മാത്രമാണ്. അയാളെക്കാളും 200 ഇരട്ടി ബെറ്റർ ആയിട്ട് ക്രിസ്ത്യാനോ ഫിനിഷ് ചെയ്യും. ക്രിസ്ത്യാനോന് ബോൾ ഇടിക്കാനാ മതി. സാബിയൻസോടെ ക്രിസ്ത്യാനോ ഞാനുണ്ടല്ല ഒന്നും കൂടി തെളിയിച്ചു കൊടുക്കാൻ പറ്റും പല ചില പട്ടികൾക്ക് പുതിച്ചമാർക്ക് ക്രിസ്ത്യാനോ ആരാണ്, യൂറോപ്പിലെ രാജാവ് ആരാണെന്ന്. ഒന്നും നടക്കൂല. പക്ഷെ എന്റെ അഭിപ്രായത്തിൽ ലീവ് ചെയ്യണ്ട. എന്റെ അഭിപ്രായത്തിൽ ലീവ് ചെയ്യണം. 1000 ഗോളാക്കുക, നല്ല കാശും കിട്ടുന്നുണ്ട്, മര്യാദക്ക് റിട്ടേൺ. പക്ഷേ അതേസമയം തിരിച്ചൊന്ന് ആലോചിച്ച് നോക്കാം. സപ്പോസ് ഹൈപ്പോത്തറ്റിക്കലി കപ്പടിക്കാണ് ആയിക്കോട്ടെ, ഈ 3 ലീഗിന് ഗോളുള്ള ഒറ്റ പ്ലെയറുള്ളൂ. ഓ അതൊന്നും അടിക്കില്ല, ഉറപ്പാണ്. അതൊന്നും അത് എഴുതി വെച്ചാൽ നടപടിയാവൂല മച്ചാനെ. 39 വയസ്സായി, പുള്ളിയുടെ ഒക്കെ ലാസ്റ്റ് സ്റ്റേജ് ആണ്. ഒന്നും നടക്കൂല. എനിക്ക് തോന്നുന്നില്ല. 35 വയസ്സിലെ മെസ്സി ഇന്റർ മിയാമി കളിച്ചതും ക്രിസ്ത്യാനോ വയസ്സിൽ കളിച്ചത് യുവന്റസിന്റെ ടോപ്പ് സ്കോറർ ആയിട്ട് ഗോൾഡൻ ബൂട്ട് നേടിക്കൊണ്ടാണ്. 35-39 തമ്മിൽ വ്യത്യാസമുണ്ട്. ഇവിടുന്ന് കളി ബാലൻഡിയോറും കമ്മിറ്റിയും എല്ലാം മറ്റേ കൊച്ചനും വലിയച്ഛനും മാമനും മക്കളും ഒക്കെ പിന്നെ ഞങ്ങെന്ത് പറയാൻ സ്റ്റോറി ഞങ്ങളുണ്ട് അതൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല. നല്ല വിഷമമുണ്ടാവും. അതെ അതെ, കരച്ചിൽ തുടങ്ങിയിട്ടുണ്ട്. വേൾഡ് കപ്പ് മാത്രമേ ഇല്ലാത്തുള്ളൂ. അതെ, അന്ന് അവന്റെ ബാഴ്സലോണയുടെ വിഷമം കുറെ നേരം എന്റെ ചേട്ടൻ സെഞ്ചുറി അടിച്ച് മിനിയാന്ന് ഞങ്ങളുടെ ട്രാവിസ് ഹെഡ് ചേട്ടൻ അതിവിദഗ്ധമായ ഒരു സെഞ്ചുറി അടിച്ചിട്ടുണ്ടായി. അതിലും മുന്നേ രോഹിത് ശർമ്മ സെഞ്ചുറി അടിച്ച് തോറ്റുപോയിരിക്കുന്നു. ഞാൻ പറഞ്ഞു മുന്നേ ഞങ്ങളുടെ RCB പക്ഷെ ഇതിന്റെ ഇടയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് MVP ആരാവുന്ന ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞിട്ടുണ്ട് ക്ലാസ്സാണ് MVP. ക്ലാസ്സിന് പിന്നെയും ഒരു മികച്ച പെർഫോമൻസ് കാണിച്ചു വെച്ചിട്ടുണ്ട്. ക്ലാസ് ഭയങ്കര ഇമ്പാക്ട് ആണ് കൊടുക്കണം SRH-ന്. ഒന്നും പറയാനില്ല. അത് അല്ല ബുംറക്കൊക്കെ ഓവർ കൊടുക്കാണ്ട് ഇവൻ 19ാമത്തെ ഓവറാണ് ബുംറ ചെയ്യാറ്. ആയിക്കോട്ടെ, അതാണ് പെനൽറ്റിമേറ്റ് ഓവറാണത്. ഹാർദിക്കല്ല, എന്താണ് ആകാശം അതുപോലെ എന്ന് പറഞ്ഞിട്ട് വേറൊരു ബോളർ ഉണ്ട്, മെയിൻ ബോളർ ഉണ്ട്. മെയിൻ കളിക്കാൻ വേണ്ടി വന്നതാ. നല്ല രീതിയിൽ കിട്ടിയിട്ടുണ്ട്, നല്ല രീതിയിൽ. പക്ഷെ ധോനി 3 6 ഉണ്ടല്ല, കളി ഉണ്ടല്ല. എത്ര പ്രാവശ്യം റിവൈൻഡ് ഉണ്ട് അത്. സീനാണ് വെച്ചാല് 42 വയസ്സിൽ ഒരുത്തം വന്നത് 3 6 അടിച്ച് 20 റൺസ് 4 ഗോൾ അടിച്ച് പോവാ. 42 വയസ്സിൽ ആരും അടിച്ചിട്ടില്ല. ആരടിച്ചേക്കണം? 42 വയസ്സിൽ ഇത്രയും വലിയ ലീഗിൽ വന്നിട്ട് ഒരുത്തനും കാണിച്ചിട്ടില്ല. ബിഗ് ബാഷ്
ബിഗ് ബാഷിൽ ഗെയിലിൽ എത്ര വയസ്സുണ്ട്? എത്ര വയസ്സുണ്ടാവും? ഗെയിലിൽ ഇപ്പൊ 42 വയസ്സുണ്ടാവുള്ളൂ. അവരൊക്കെ നിർത്തിയിട്ട് കള്ളു കുടിച്ചിറക്കണല്ലേ. ധോണിക്ക് ഇപ്പൊ 42 വയസ്സ്. ധോണിക്ക് 42 വയസ്സ്. ജൂലൈ 7 ധോണിക്ക് 43 ആവും. കേട്ടാ? അത് വേണ്ട അത് ഇവിടെ പറയണ്ട. 7-ാം മാസം 7-ാം ദിവസം അതാണല്ലേ ധോനി 7. രാജസ്ഥാൻ സെക്കൻഡ് കൊൽക്കത്ത. അതറിയാൻ വേണ്ടി ഞാൻ ചോദിച്ചത്. അല്ല രാജസ്ഥാൻ ഭയങ്കര കളിയാണ് ഇപ്പൊ അതിനിപ്പോ ലാസ്റ്റ് സ്റ്റേജിൽ എന്തായിരിക്കും എന്നുള്ളത് അറിയാൻ പറ്റില്ല. ഈ ആർസെനലിനെ പോലെയാണ് പ്രീമിയർ ലീഗിൽ ആർസെനലാണ് പ്രഷർ വാങ്ങാൻ പറ്റില്ല. 44 വയസ്സ് ഇപ്പോഴല്ലേ ബിഗ് ബാഷ് ഒക്കെ വന്ന് കളി നിർത്തിയിട്ട് കുറെ കാലമായി. മുംബൈ ഇന്ത്യൻസ് ഹാർദിക് പാണ്ഡ്യനെ ക്യാപ്റ്റൻസിന്ന് മാറ്റില്ലെങ്കിൽ സെമി പോലും കയറില്ല. ക്യാപ്റ്റൻസി എനിക്ക് തോന്നുന്നില്ല ഇനി നടുക്ക് വെച്ച് മാറ്റാൻ സാധ്യത ഉണ്ട് തോന്നുന്നില്ല. ആയിരിക്കും തിരിച്ചു കൊടുക്കണം. രോഹിത് ശർമ്മ എന്തായാലും നീ ക്രിക്കറ്റിലേക്ക് പോകണം. നീ ഫുട്ബോൾ ഇട്. ഫുട്ബോൾ കഴിഞ്ഞല്ല. രോഹിത് ശർമ്മ സൂര്യകുമാർ ബുംറക്ക് കൊടുക്കും അത്രേ ഉള്ളൂ. രോഹിത് ശർമ്മ എടുക്കൂല ഉറപ്പാണ്. എന്തെങ്കിലും പിന്നെ ഒരു മാനേജ്മെന്റ് കളിച്ച്. പക്ഷേ ഇത്തവണത്തെ IPL ഭയങ്കരമായിട്ട് ഫിക്സ്ഡ് ആണ് കേട്ടോ. അത് മാത്രമല്ല ഇത്രയും കൊല്ലങ്ങളിൽ ഇത്രയും ഹൈ സ്കോറിംഗ് ഗെയിംസ് വന്നിട്ടുണ്ട്. ഇതിനു മുമ്പും ഇതിൽ അടിപൊളി പ്ലേയേഴ്സ് ഉണ്ടായിട്ടുണ്ട്, ടീംസ് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഒരു തവണ കുഴപ്പമില്ല. കാരണം 70 മീറ്റർ 68 മീറ്റർ ഒക്കെ ബൗണ്ടറി ലെങ്ത് ഉള്ളൂ. ചെറുതായിക്കണ്ടോ വല്ല കളിക്കും. ചിന്നസ്വാമിയൊക്കെ 65-70 മീറ്റർ ഒക്കെ ഉള്ളൂ. ബാറ്റിംഗ് സ്പിന്നർമാർക്ക് ബോൾ അറിയാൻ പറ്റൂല. അതല്ലേടാ നമ്മള് ഹൈ സ്കോറിംഗ് ഗെയിം ആണല്ലേ നമ്മൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ. നീ ഇതിനു മുന്നേ കഴിഞ്ഞ വീഡിയോയിൽ എന്താ പറഞ്ഞത്? ബുംറയെ വെച്ച് കമ്പയർ ചെയ്തായിരുന്നല്ലോ. അല്ലല്ല പുള്ളി ഫോം ഔട്ടാണ്. പക്ഷെ പുള്ളിയാണ് ഇപ്പൊ KKR ആകെയുള്ള തലവേദന. 25 കോടി കൊടുക്കുകയും ചെയ്ത്. മാക്സ്വെൽ എന്നെ പറഞ്ഞത് മാനേജ്മെന്റിന്റെ അടുത്ത് എനിക്ക് കളിക്കാൻ പറ്റുന്നില്ല, ഒരാൾക്ക് വേറെ അവസരം കൊടുത്തോളാൻ. അല്ല അവൻ തന്നെ ബെഞ്ചിലേക്ക് ഇരുന്ന് പുറത്തു പോയിട്ടില്ല. എനിക്ക് കളിക്കാൻ പറ്റുന്നില്ല എന്നുള്ള രീതിയിലേ വെസ്റ്റ് ഇൻഡീസിൽ എന്താണ് സുനിൽ നാരായണൻ എന്താണ് സുനിൽ നാരായണനെ ഇപ്പൊ കാലുടിക്കണായിരിക്കും വെസ്റ്റ് ഇൻഡീസ് ബോർഡ് ആ റിട്ടയർമെന്റ് തിരിച്ചെടുക്കാൻ വേണ്ടി. IPL ആണെങ്കിൽ നീ ഒന്ന് വെസ്റ്റ് ഇൻഡീസ് ടീം നോക്കി എന്ത് ഫസ്റ്റ് മുതൽ 11ാമത്തെ വരെ വന്നിട്ട് അടിക്കും 6 അടിക്കും. ഏത് കപ്പടിക്കുന്നില്ല വെസ്റ്റ് ഇൻഡീസ്. 2020 വേൾഡ് കപ്പ് അടിക്കാറില്ലാത്ത ടീമാണ്. വേൾഡ് കപ്പ് 2020 വേറൊന്നുമില്ല. 2020 വെസ്റ്റ് ഇൻഡീസ് നമ്മൾ അണ്ടർ റേറ്റഡ് അല്ല. അവ നമുക്ക് എഴുതി തള്ളാൻ പറ്റാത്ത ടീമാണ്. നോക്കിയ പൂറൻ ഹെഡ്മയർ എല്ലാവരും മനുഷ്യന്മാരാണ്. ഇത് കാണുന്നവർക്ക് അറിയാലോ. അത് പേരിടണവരല്ലേടാ, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഞാൻ പറയാനുള്ള ഇതിന് അടുത്ത പേര് വേറെ കണ്ടുപിടിച്ചാലോ. ഇംഗ്ലണ്ടിന് അതിനുള്ള ടീമില്ല. ഇംഗ്ലണ്ട് RCB ആയിരിക്കും. ക്ലാസ് സൗത്ത് ആഫ്രിക്ക. സൗത്ത് ആഫ്രിക്കക്ക് ടീമുണ്ട്. പക്ഷേ സൗത്ത് ആഫ്രിക്കയുടെ ക്യാപ്റ്റനാണെന്ന് തോന്നുന്നു. T20 ക്യാപ്റ്റനാണെന്ന് തോന്നുന്നു. സൗത്ത് ആഫ്രിക്ക ഡിക്കോക്കാണ് ആകെ പറ്റിച്ചാണ് കളി നിർത്തി പോയില്ലേ. 2020 കളിക്കണ്ട ലക്നൌവിൽ നല്ല ബോളേഴ്സ് ഉണ്ടായിരുന്നു. മറ്റവര് പരിക്ക് പറ്റിയ മുതൽ
എടുത്തിട്ടുണ്ടാവും. നല്ല പക്ഷെ pace ഉള്ള goal ആയിരുന്നു. ഇമ്പാക്ട് സബിൽ വരെ കണ്ടിട്ടില്ല തോന്നുന്നു. ഇത്തവണത്തെ സെമി ഇപ്പൊ ഏകദേശം ഉണ്ടല്ലോ ഈ 4 ടീം തന്നെയായിരിക്കും കേട്ടോ. കൊൽക്കത്ത, രാജസ്ഥാൻ, സൺറൈസേഴ്സ്, ചെന്നൈ. വേറെ എനിക്ക് വേറെ ആരെയും കാണുന്നില്ല ഒപ്പം compete ചെയ്യാൻ പറ്റുന്ന രീതിയില്. ഗുജറാത്തിനെയും ഈ ലക്നൌവിനും എഴുതി തള്ളാൻ പറ്റില്ല. ഈ മുംബൈയിൽ തിരിച്ചടി എപ്പോ ഒരു തള്ളാൻ പറ്റുമോ? ഉള്ളിലേറ്റവും ബെസ്റ്റ് പേപ്പർ ഓൺ ടീം എന്ന് പറഞ്ഞാൽ വേണമെങ്കിൽ മുംബൈ തന്നെ പറയാം. മുംബൈ സൺറൈസേഴ്സ് എഴുതി തള്ളാൻ പറ്റില്ല. മുംബൈ ഒന്ന് ടീമായിട്ട് കളിച്ചു കഴിഞ്ഞാൽ നിക്കാൻ പറ്റില്ല. സൺറൈസേഴ്സ് പണ്ടെന്ന് പറഞ്ഞാൽ ഒരു 160 ഫസ്റ്റ് ബാറ്റിംഗ് ഓപ്പോസിറ്റ് ടീം എടുത്താൽ എറിഞ്ഞു പിടിക്കാൻ പക്ഷെ അതില് കമ്മിൻസിന് നമ്മള് കമ്മിൻസ് എന്താ പറഞ്ഞേക്കണം, നമ്മളിത് എല്ലാ കളിയും നമുക്കിത് പറ്റൂലെങ്കിലും നമ്മൾ ഇത് തന്നെ അപ്ലൈ ചെയ്ത് കളിച്ചേച്ചാൽ മതി എന്ന് പറഞ്ഞേക്കണം. അല്ല ആ ഒരു അതാണ് ക്യാപ്റ്റൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോ മറ്റേ റോക്കി ഭായി പറയില്ല, താൻ മുന്നിലുണ്ടെന്നുള്ള ധൈര്യം ബാക്കിലുള്ളവർക്ക് ഉണ്ടെങ്കിൽ ആയിരിക്കും ഇത് ചെയ്യുന്നറിയില്ല. ഒരു നല്ല ക്യാപ്റ്റൻ ഇതാണ്. മുംബൈയുടെ പ്രശ്നം ഇപ്പൊ അതാണ്. ക്യാപ്റ്റൻ എന്ന് പറഞ്ഞാൽ ഈഗോ ഹെഡഡ് ആയിട്ട് ഞാനാണ് സംഭവം, ഞാൻ പറയണത് കേൾക്കണം, അവങ്ങനെ ഇങ്ങനെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കോർഡിനേഷൻ ഉണ്ടാവില്ല. ടീമായിട്ട് കളിക്കണ്ടേ, ആ ഒരു ഒത്തൊരുമ വേണ്ടേ. ഇപ്പൊ ചെന്നൈ ഇത്രയും കൊല്ലങ്ങളോളം ഇങ്ങനെ നിൽക്കാൻ കാരണം എന്താണ്? ധോനി അവരൊറ്റ ഫാക്ടറാണ്. ധോനി ഒരു കുടുംബത്തിനെ പോലെ ആ ടീമിനെ കൊണ്ടുപോയി. അതാണ് രോഹിത് ശർമ്മ കൊണ്ടുപോയ കുടുംബത്തിന് അതാണ്. അപ്പൊ ആ ഒരു ബാലൻസ് കിട്ടി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് കളിക്കാരുടെ ഉള്ളിലുണ്ടാവും, പുറത്ത് കാണിക്കാൻ പറ്റിയില്ലെങ്കിലും. ഹാർദിക് പാണ്ഡ്യ ഈ പറഞ്ഞ പോലെ കെവിൻ പീറ്റേഴ്സനൊക്കെ നല്ല രീതിയിൽ സുനിൽ ഗവാസ്കർ എല്ലാവരും എന്താ കാണിക്കണേന്ന് പക്ഷെങ്കിൽ ഒന്നും അവൻ പറഞ്ഞല്ലോ ഇങ്ങനെ ഇളിച്ചിരിക്കേണ്ട കാര്യമൊന്നുമില്ല. ഉള്ളി നല്ല വിഷമമുണ്ട്, എനിക്ക് അങ്ങനെ കിട്ടിയിട്ടുള്ളതാണൊക്കെ പറഞ്ഞിട്ടാണ് കെവിൻ പീറ്റേഴ്സ് പറഞ്ഞേക്കുന്നത്. ഞാൻ ഭയങ്കര കൂളാണ്, ഞാൻ എനിക്കൊന്നും പറ്റിയിട്ടില്ല, കളി തോറ്റാ കുഴപ്പമില്ല എന്നൊക്കെ വെറുതെ ചിരിച്ച് കളിച്ച് കാണിക്കണമെന്നുള്ളൂ. നല്ല വിഷമമുണ്ട്. അല്ലാണ്ട് ഇപ്പൊ എന്താ പറയാനാ. പവ ആകാശം പനി ഗുജറാത്തിന്റെ ട്രേഡ് ചെയ്തൊക്കെ എടുത്തതാ. അടുത്ത IPL മെഗാ ഓപ്ഷന് എല്ലാ ടീമും ഒരു കളിക്കാരെ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ കുറെ പേര് എതിരെ പറയാനുണ്ട്. പക്ഷെ മിനിമം 4 പേരെങ്കിലും വേണം. അങ്ങനെ വന്നീനാ ബാംഗ്ലൂർ എന്തായാലും കോഹ്ലിനെ മാത്രം നിർത്തുള്ളൂ. പക്ഷെ അടുത്ത സീസൺ അങ്ങനെയാണെങ്കിൽ മുംബൈ ആണ് നിർത്തും. മുംബൈയല്ലേ ബുംറയാണ് സൂര്യകുമാർ അതാണ് ബാംഗ്ലൂർ വേറെ നിർത്താൻ ആളില്ല. കൊൽക്കത്ത സൺറൈസേഴ്സ് ആരും നിർത്താൻ ആരെയും നിർത്തൂല. സഞ്ജുവിനെ നിർത്തുമായിരിക്കും. ചെന്നൈ സഞ്ജുവിനെ ആയിരിക്കില്ലടാ, സഞ്ജുവിനെ പിന്നെയും കിട്ടും. ഈ പോണ ബട്ട്ലറിനൊക്കെ ആയിരിക്കും പിടിച്ച് ഇരുത്താൻ പോണ ചിലപ്പോ. പറയാൻ പറ്റൂല. ആ 10-12 കോടിക്കൊക്കെ തിരിച്ചു കിട്ടിയ കുഴപ്പമില്ല. ഈ പറഞ്ഞ ഈ ബുംറനെ കിട്ടാൻ 25 കോടിന് മേളിൽ പോകും. അല്ല ചെന്നൈ നിർത്തൂ. ഗായിക്വാഡല്ലേ ക്യാപ്റ്റൻ ധോണിനെ തന്നെ നിർത്തില്ല. ആര് വേറെ എടുത്താല, വേറെ ടീം എടുത്താല. ഗുജറാത്ത് എന്തായാലും ശുഭ്മൻ ഗില്ലിനെ നിർത്തും, ഉറപ്പാണ്. ഗില്ലിനെ പറ്റൂല. രാഹുലിനെ ലക്നൗ നിർത്തും. ഡൽഹിയൊക്കെ പിന്നെ കണ്ടറിയാണ്. പന്തിന് മാത്രം നിർത്താൻ പറ്റുള്ളൂ. പഞ്ചാബിൽ ആ സാംകാരനെ കളഞ്ഞിട്ടുണ്ടെങ്കിൽ പകുതി ടീം രക്ഷപ്പെടും തോന്നുന്നുണ്ട്. പഞ്ചാബിൽ ആ സിംഗ് കളിക്കണ്ട, മറ്റേ ആ ചെക്കനെ സന്ദീപ് സിംഗ് എന്ന് പറഞ്ഞ ചെക്കനെ 50 വർഷാല് ശശാങ്ക് സിംഗ് പക്ഷെ എന്നിട്ട് ആ ചെക്കനെ അവനാണിപ്പൊ അവനും ആശുതോഷം എന്ന് പറഞ്ഞിട്ട് 2 പിള്ളേരാണ് ഇപ്പൊ കളിച്ചോണ്ടിരിക്കുന്നത്. അതൊക്കെയാണ്. ആരും പുച്ഛിച്ചളാൻ പാടില്ല. ഒരിക്കലുമില്ല, ക്രിക്കറ്റാണ് എല്ലാവരും. ഫുട്ബോൾ പാടില്ല. നിർത്തിയാലെന്നാ ഏകദേശം ചാമ്പ്യൻസ് ലീഗ് എനിക്ക് ശരിയാക്കി തരാം.